വിദ്യാർത്ഥികൾ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു വളരെ ബഹുമാനപൂർവ്വമുള്ളൊരു ഉപദേശം, നിങ്ങൾ കാശ് കണ്ടിട്ട് ഈ ഫീൽഡിലേക്ക് വരരുത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. നിങ്ങൾക്ക് കോടീശ്വരനാവാം, ലക്ഷപ്രഭു ആവാം, നിങ്ങൾക്ക് ഫ്രീലാൻസ് വഴി ലക്ഷങ്ങൾ കൊയ്യാം. പ്രിയ കുട്ടികളെ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ശാപം, ഈ ഇൻഡസ്ട്രി ഭയങ്കര സ്പീഡിൽ ഇവോൾവ് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഫാസ്റ്റ് ഇവല്യൂഷനാണ്, ഫാസ്റ്റ് അഡാപ്റ്റേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും പറയും, നമുക്ക് രണ്ടും പറയണമല്ലോ. ക്രിയേറ്റീവ് ഫ്ലെയർ ഉള്ള കുട്ടികൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. ക്രിയേറ്റീവ് ഫ്ലെയറുള്ള കുട്ടികൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ബിസിനസ് അറിയുന്ന കുട്ടികൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ ഓഡിയൻസിന് ചെറിയ പൈസ കൊണ്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ വശമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ പഠിക്കുന്നത് അഭികാമ്യമാണ്, ഉചിതമാണ്. ഓക്കെ. പിന്നെ നന്നായിട്ട് വാസനുള്ളത്, നമ്മളുടെ ഒരു ചിന്തിക്കാനുള്ള, നമുക്കൊരു സ്വപ്നം കാണാനുള്ള വാസനുള്ള ആൾക്കാരുണ്ട്. ദോസ് പീപ്പിൾ അവർക്ക് റൈറ്റിങ്ങിന് നല്ല സ്കെയിലുള്ള ഒരു ഫീൽഡാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലെയറും ഇല്ലാത്തൊരു വിദ്യാർത്ഥി ഈ പാവങ്ങൾ വല്ലവൻ്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾക്ക് അതാവാം ഇതാവാം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയല്ല. ഓക്കെ. അത് പിന്നെ അതാവാൻ കഴിയില്ല. കാരണം ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മീൻസ് നത്തിങ് ബട്ട് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു അഡാപ്റ്റ് വെരി ഫാസ്റ്റ് ഫോർ റുട്ടീൻ ടാസ്ക് വിച്ച് ഇസ് മോണോട്ടണസ്. ഡെയിലി ചെയ്യുന്ന ടാസ്കുകളെ വളരെ ഫാസ്റ്റ് അഡാപ്റ്റ് ചെയ്ത് അത് മെഷീൻസ് തന്നെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ സ്കോപ്പില്ല. പക്ഷേ ഉള്ളവർക്ക് സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്ലഡി സ്കോപ്പ് ഉണ്ട്.